നമസ്കാരം. ശ്രീമാൻ ജയസൂര്യൻ, ABC മലയാളത്തിലേക്ക് സ്വാഗതം. ഈ സീപ്ലെയിൻ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് സർക്കാർ. ഒരു 13 വർഷം മുമ്പ് നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണെന്ന് തന്നെ പറയാം. അതിപ്പോൾ അന്ന് എതിർത്ത ഇടതുപക്ഷം, പ്രത്യേകിച്ചും CPM, അതിൽ തന്നെ CITU വളരെ ശക്തമായിട്ട് എതിർപ്പ്, സമരം, പ്രക്ഷോഭം, വലിയ പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറ്റിവെച്ചിട്ട് അവർ സീപ്ലെയിൻ പദ്ധതി നടപ്പാക്കാൻ പോവുകയാണ്. വേണ്ടത്ര പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടില്ല എന്നുള്ള ആക്ഷേപമൊക്കെ ഉണ്ട്. എങ്കിലും ആ ഒരു നയവ്യതിയാനം, ഒരു ടൂറിസം രംഗത്തൊരു വലിയ കുതിച്ചുചാട്ടത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. എന്താണ് അങ്ങയുടെയും BJPയുടെയും നിലപാട് ഇക്കാര്യത്തിൽ? വികസനത്തിന് എപ്പോഴും BJP അനുകൂലമാണ്. മാത്രമല്ല, കാലഘട്ടത്തിന് മുൻപേ ഉള്ള വികസനം, കാഴ്ചപ്പാടുള്ള വികസനം, ഇതാണ് BJPയുടെ നയം ഇക്കാര്യത്തിൽ. പക്ഷെ കേരളത്തില് ഇതിന് അനുയോജ്യമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇതുവരെ ഉരുത്തിരിഞ്ഞിട്ടില്ല. ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ, ഈ സീപ്ലെയിൻ 2011 ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന് പുന്നമടക്കായലിൽ നിന്ന്, അഷ്ടമുടി കായലിൽ നിന്ന് പുന്നമടക്കായലിലേക്ക് പറപ്പിക്കാൻ ശ്രമിച്ചു. അന്ന് സംഭവിച്ച കാര്യം എന്താ? പുന്നമടക്കായലില് തൊഴിലാളികൾ, CITUവിന്റെയും INTUCയുടെയും അടക്കം ഉള്ള തൊഴിലാളികൾ വല വിരിച്ചുകൊണ്ട് പ്ലെയിൻ ഇറങ്ങാനുള്ള സാഹചര്യം തടസ്സപ്പെടുത്തി വന്ന പ്ലെയിൻ തിരിച്ചുപോയി മാത്രമല്ല, ആ കമ്പനി പൊളിഞ്ഞ് പാളീസായി ജപ്തി ചെയ്ത്, അന്ന് ഫെഡറൽ ബാങ്കിൽ നിന്ന് കോടികൾ എടുത്ത് തുടങ്ങിയ ഒരു പദ്ധതിയാണ്. ജപ്തി ചെയ്ത് ഈ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന പ്ലെയിൻ തിരിച്ചങ്ങോട്ട് പറപ്പിക്കാനുള്ള ശേഷി പോലും ഇല്ലാത്ത വിധം തകർന്നുപോയി. എന്നിട്ട് ആ സീപ്ലെയിൻ അന്ന് കഷണം കഷണമായിട്ട് പാർട്ടായിട്ട് അഴിച്ചു പെറുക്കി ആക്രി വിലയ്ക്ക് വിറ്റ പൈസയാണ് ഫെഡറൽ ബാങ്കിന് കൊടുത്തതെന്ന് കേട്ടിട്ടുണ്ട്. ഫെഡറൽ ബാങ്ക് നഷ്ടത്തിലായി പോയി. കാരണം ഫെഡറൽ ബാങ്കിന്റെ കൊടുത്ത പൈസ തിരിച്ചു കിട്ടിയില്ല. ഇതേ സംവിധാനം ഇന്ന് 13 വർഷം കഴിഞ്ഞപ്പോ പുതിയ പേരൊക്കെ ഇട്ട് ജനകീയ സീപ്ലെയിൻ, ജനാധിപത്യ സീപ്ലെയിൻ. ഇന്നലെ മുഹമ്മദ് റിയാസ് പറയുന്നത് ഞാൻ കേട്ടു. അന്ന് കൊണ്ടുവന്നത് മുതലാളിത്ത സീപ്ലെയിൻ ആണ്, തൊഴിലാളി വിരുദ്ധ സീപ്ലെയിൻ ആണ്. ഇന്ന് കൊണ്ടുവന്നത് ജനകീയ ജനാധിപത്യ സീപ്ലെയിൻ ആണ്. മണ്ടൻ മലയാളി ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതെ ഇരുന്ന് കൊടുക്കുകയാണ്. മാത്രമല്ല, ഇന്നിപ്പോൾ ഈ സീപ്ലെയിൻ വരാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഇത് UDFന്റെ LDFന്റെ ഒന്നും ഒരു കഴിവുമല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ ഉഡാൻ പദ്ധതിയാണ്. അപ്പൊ ആ ഉഡാൻ പദ്ധതി ചോദിക്കാൻ വന്നത് ആ കാര്യമായിരുന്നു. എന്തായാലും അങ്ങ് പറഞ്ഞോളൂ, പറഞ്ഞു വന്നത് പറഞ്ഞു. അതാണ് ഇതിപ്പോ വരാൻ കാരണം. എല്ലാ ജില്ലകളെയും തമ്മിൽ കണക്ട് ചെയ്യണം, എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളെയും, എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും, എല്ലാ നഗരങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഇത് ഉഡാൻ പദ്ധതിയാണ്. അപ്പൊ ഉഡാൻ പദ്ധതി എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് പദ്ധതിയാണ്. അതിന് കേരള ഗവൺമെന്റിനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനോ ഒന്നും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട യാതൊരു കാര്യമില്ല. അവരാകെ കാണിച്ചു കൊടുക്കേണ്ടത് എവിടെ നടപ്പാക്കണം. പണ്ട് മഹാബലിയുടെ കാര്യം പറഞ്ഞാൽ ഇത് എവിടെ വെക്കണമെന്ന് പറഞ്ഞ് മാത്രം കാണിച്ചു കൊടുത്താൽ. അപ്പൊ അങ്ങനെ ഇത് കാണിച്ചു കൊടുത്തു എന്നുള്ളതിലുപരി ഈ സംസ്ഥാന ഗവൺമെന്റിന് ഇതിൽ വലിയ റോളൊന്നുമില്ല, വലിയ ചെലവുമില്ല. ഇതാണ് ഇതിന്റെ ഒരു വസ്തുത. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്തുകൊണ്ടാണ് കേരളം ഇത് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും കോൺഗ്രസ്സുകാരാണെങ്കിലും ഇനി ഒരു പരിധി വരെ BJPക്കാരാണെങ്കിൽ പോലും മനസ്സുകൊണ്ട് കമ്മ്യൂണിസ്റ്റാണ്. അത് കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവം. ഈ മനസ്സുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ സംഗതി ഇത്രയേ ഉള്ളൂ: ഒന്നും സമ്മതിക്കില്ല, ഒരു വികസന കാര്യവും ഒരു നല്ല കാര്യവും സമ്മതിക്കില്ല. അപ്പൊ ഏത് നല്ല കാര്യം വന്നാലും ആദ്യമേ പഠിക്കാതെ, ചിന്തിക്കാതെ, നോക്കാതെ മലയാളി മനസ്സിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു മറുപടി ഉണ്ട്: നോ. ആദ്യം ഇവിടെ സമ്മതിക്കില്ല. ഒരു നിഷേധാത്മക നിലപാട്. തീർച്ചയായും ഒരു നിഷേധാത്മക നിലപാട്. അപ്പോ ആ ഒരു നിഷേധാത്മക നിലപാടിന്റെ ഫലമായി കേരളത്തിന് സംഭവിച്ച നഷ്ടം എത്ര വലുതാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നു, കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന തീരദേശ ഹൈവേ ഞാൻ സ്ഥിരം യാത്ര ചെയ്തിരുന്നത്. 5 മീറ്റർ പോലും വീതിയില്ല. കാരണം അതിന്റെ 2 വശത്തും താമസിക്കുന്നതിൽ കൂടുതലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് വീതി എടുത്താൽ ശരിയാകില്ല. അങ്ങനെ കേരളം മുഴുവൻ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു.
ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ റോഡിന് കൂടുതൽ വീതി ഉണ്ടെങ്കിൽ നമുക്ക് സംശയമില്ല, ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയാൽ അവിടെ ആരാ താമസിക്കുന്നതെന്ന് മനസ്സിലാവും. റോഡിന് വീതി ഇല്ലെങ്കിലും മനസ്സിലാവും. അപ്പോ മതം തിരിച്ചായിരുന്നു റോഡിന്റെ വീതി കേരളത്തിലുണ്ടായിരുന്നു. വികസനം അവിടെ വഴിമുട്ടി നിൽക്കുക. എന്നിട്ട് മലബാറിലൊക്കെ ചെല്ലുമ്പോൾ ധാരാളം പോസ്റ്ററുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ചുങ്കപ്പാത വേണ്ടേ വേണ്ട, പാതയ്ക്ക് അളക്കാൻ വരുന്നവന്റെ മുട്ട് തല്ലി ഒടിക്കും. ഇതൊക്കെ പോസ്റ്ററായിട്ട് എഴുതി ഒട്ടിക്കുക. ഇതിനൊക്കെ LDF-ഉം UDF-ഉം പിന്തുണ കൊടുക്കുക. അവരുടെ നേതാക്കന്മാർ വന്ന് സമരം ഉദ്ഘാടനം ചെയ്യുക. ഇതൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ കണ്ടതാണ് വയൽക്കിളി സമരം, അതുപോലെ മഴവിൽ സമരം, ഇങ്ങനെ എന്തെല്ലാം ഓമന പേരിട്ട് വിളിച്ച് അന്താരാഷ്ട്ര പ്രശസ്തരെയൊക്കെ കൊണ്ടുവന്ന് പരിസ്ഥിതി സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞ് സമരം ഉദ്ഘാടനം ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ 6 വരി പാത ആകാശത്തൂടെയും ഭൂമിക്കൂടെയും ഒക്കെ കടന്നു പോവുക. ഒരു സമരവും ഇല്ലല്ലോ. LDF-നും സമരം ചെയ്യണ്ട, UDF-നും സമരം ചെയ്യണ്ട, ആർക്കും ഒരു പരാതിയില്ല. എന്താ കാര്യം? 2 ലക്ഷം രൂപ വിലയുള്ള, സെന്റിന് 2 ലക്ഷം രൂപ വിലയുള്ള സ്ഥലം 22 ലക്ഷം രൂപയ്ക്ക് ഏറ്റെടുക്കാൻ തയ്യാറായി. അപ്പൊ ഒരു സമരവും വേണ്ട. ഇപ്പൊ മലബാറിലൊക്കെ എന്താ പറയാന്നറിയോ? ഞങ്ങളുടെ വീടിന്റെ മുകളിൽ കൂടെ കൊണ്ടുപോയിക്കോളൂ, ഞങ്ങളുടെ വീടും കൂടെ എടുത്തോളൂ, ഞങ്ങളുടെ കട എടുത്തോളൂ, ഞങ്ങളുടെ ഫാക്ടറി പൊളിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. അപ്പോ ഇന്നലെ വരെ പ്രശ്നം ഉണ്ടായിരുന്നതൊക്കെ കേന്ദ്ര പദ്ധതി വന്നപ്പോ പ്രശ്നമില്ല. ഇപ്പൊ ഞങ്ങളെ കൂടെ എടുക്കണമേ, ഞങ്ങളുടെ സ്ഥലവും കൂടെ എടുക്കണമേ എന്നാണ് അപേക്ഷ. കാരണം കാഴ്ചപ്പാട്, കേന്ദ്രത്തിന്റെ വികസന കാഴ്ചപ്പാട് ആ തരത്തിലുള്ളതാണ്. പക്ഷെ കേരളം നഷ്ടപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എണ്ണിയാലൊടുങ്ങില്ല. ഇപ്പോ ഒരു കാലഘട്ടത്തില് നദി കടത്താൻ വേണ്ടിയിട്ട് കടത്തുവള്ളം ഉണ്ടായിരുന്ന കാലത്ത്, ചങ്ങാടമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്, പാലം പണിയാൻ വന്നപ്പോൾ ഭയങ്കര സമരം. കടത്തുകാരന്റെ തൊഴിൽ നഷ്ടപ്പെടും, അതായിരുന്നു. ഓട്ടോറിക്ഷ വന്നപ്പോൾ വലിയ സമരം, സൈക്കിൾ റിക്ഷക്കാരന്റെ തൊഴിൽ നഷ്ടപ്പെടും. മറ്റേ ഊബർ ടാക്സി ഒക്കെ വന്നപ്പോ, ഓല ഊബർ ഒക്കെ വന്നപ്പോ എന്താ, ടാക്സിക്കാരന്റെ നഷ്ടപ്പെടും. ഇതായിരുന്നു പ്രശ്നം. ഇങ്ങനെ ഏറ്റവും അവസാനം ഞാൻ നേരിട്ട് കണ്ട ഒരു സമരം, ഈ സൂപ്പർ മാർക്കറ്റുകൾ വന്നല്ലോ, മാളുകൾ വന്നല്ലോ. അപ്പൊ മാളിനെതിരെ ഗംഭീര സമരം. അപ്പൊ ഞാനിത് കാണാൻ പോയി. ഈ സമരമൊക്കെ ഒന്ന് കാണാമല്ലോ, ഇവരെന്താ പറയുന്നത്, ഇതൊക്കെ കേട്ടിട്ട് വേണമല്ലോ വല്ലയിടത്തും മറുപടി പറയാൻ. അങ്ങനെ ഞാൻ പോയിട്ട് നിൽക്കുകയാണ്. ഞാൻ പോയി നിൽക്കുന്നത് റിലയൻസിന്റെ പാലായിലെ മാള് വന്നപ്പോ അതിന്റെ സമരം കാണാൻ പോയി. അപ്പോ എല്ലാവരും ഉണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, CIT-കാരുണ്ട്, INTUC-കാരുണ്ട്, കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, എല്ലാവരും ഉണ്ട്. സമരം എല്ലാം കഴിഞ്ഞു, ഉദ്ഘാടനം, ഫോട്ടോ, വീഡിയോ, ആൾക്കാരെല്ലാം പിരിഞ്ഞു കഴിഞ്ഞപ്പോ ഈ സമരത്തിന് വന്നവർ ചെയ്ത പണി എന്താണെന്ന്, ഇവര് മൊത്തം ഇതിനകത്തോട്ട് കയറി. ഏത് റിലയൻസിനകത്ത്. ഞാനോർത്ത് തല്ലിപ്പൊളിക്കാൻ പോവാന്ന്. ഒന്നുമല്ല, സാധനം മേടിക്കാൻ പോയതാ. എന്നിട്ട് ചാക്ക് കണക്കിന് സാധനം മേടിച്ച് തിരിച്ചു പോകുമ്പോ ഇവര് പറയുക, നമ്മുടെ നാട്ടിലെ കടയിൽ കിട്ടുന്നതിനേക്കാൾ 4 രൂപ കുറവാ, കൊണ്ടുപോയി മറിച്ച് വിറ്റാലും ലാഭം. ഇതാണ് ഇവിടെ സംഭവിച്ച കാര്യം. അപ്പോ ഇത് ഏത് നല്ല കാര്യം വന്നാലും, ഏത് വികസനം വന്നാലും ഞങ്ങളെതിരാണ്, ഇവിടെ സമ്മതിക്കില്ല. ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ വന്നു. ഇപ്പൊ 70 വയസ്സിന് മുകളിലുള്ളവരുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി വന്നില്ല. ഇവിടെ സമ്മതിക്കില്ല. ആരോഗ്യ ഇൻഷുറൻസ് ഇവിടെ സമ്മതിക്കില്ല. പിണറായി വിജയന്റെ കേരളത്തിൽ അടുപ്പിക്കുന്ന പ്രശ്നമില്ല. അതുപോലെ മമതാ ബാനർജിയുടെ ബംഗാളില്, അതുപോലെ ഡൽഹിയില് കേജ്രിവാൾ, ഈ 3 സംസ്ഥാനങ്ങൾ ഒഴികെ ഇന്ത്യയിലെ എല്ലായിടത്തും ഈ ആരോഗ്യ ഇൻഷുറൻസ് 70 വയസ്സിന് മുകളിലുള്ളവർക്ക് നടക്കുന്നു. പക്ഷെ കേരളത്തിൽ മാത്രം സമ്മതിക്കില്ല, പശ്ചിമ ബംഗാളിലും ഡൽഹിയിലും സമ്മതിക്കില്ല. അപ്പൊ വികസന വിരുദ്ധം എന്നുള്ള ഈ മനോഭാവം കേരളത്തെ എവിടെ കൊണ്ട് എത്തിക്കും എന്ന് മലയാളികൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട വിഷയം. എന്തായാലും ഈ ഇപ്പോൾ നമ്മൾ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഈ സീപ്ലെയിനിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു എന്താ പറയണ്ടേ, ഒരു നിഷേധാത്മക നിലപാട് കേരളം സ്വീകരിച്ചില്ല. പകരം അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. ഉഡാൻ അതല്ല CPI എതിർത്തിരിക്കുക. CPI എതിർത്തിട്ടുണ്ട്. CPI-യുടെ മത്സ്യങ്ങളൊക്കെ ചത്തുപൊങ്ങും, ഈ CPI-യുടെ ആന എവിടെ പോയി വെള്ളം കുടിക്കും എന്നെല്ലാം പറഞ്ഞ് ഇപ്പൊ വലിയ പ്രശ്നമായിരിക്കാം. അതെ. അപ്പോ CPI-യുടെ എതിർപ്പ് ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ്. അതിന് വലിയേട്ടനായ CPM വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. അതെന്തെങ്കിലുമൊക്കെ ചില്ലറ കൊടുത്ത് ഒതുക്കാം, അതെ, എങ്ങനെയെങ്കിലുമൊക്കെ ഒതുക്കും. എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രിയും ഈ ടൂറിസം മന്ത്രിയൊക്കെ വലിയ ആവേശപൂർവ്വമാണ് ഇതിനെ വരവേറ്റിരിക്കുന്നത്. അവരുടെ പദ്ധതിയായിട്ട് അതിനെ ചിത്രീകരിച്ച് വലിയ രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം വാസ്തവം പറഞ്ഞാൽ ഇന്നലെ രാത്രി നമ്മുടെ ശ്രീജിത്ത് പണിക്കരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴാണ് ഞാനിത് കേന്ദ്ര പദ്ധതിയാണെന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും വരട്ടെ,
കേന്ദ്ര പദ്ധതിയാണെങ്കിലും സംസ്ഥാന പദ്ധതിയാണെങ്കിലും കേരളത്തിന് അതുകൊണ്ട് ഗുണമുണ്ടാകട്ടെ. നമുക്ക് അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാം. ഇനി വരാൻ പോകുന്ന പദ്ധതികളും ഇതുപോലെ മുടക്കാതെ നേരത്തെ സ്വീകരിച്ചാൽ 10, 20, 30 വർഷം പുറകിലായി പോവില്ല. അതെ, നമ്മൾ പുറകിലോട്ടായി പോകത്തില്ല. അതെ, എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ 10-30 വർഷം കേരളം പുറകിൽ പോകുന്നതിന് കാരണക്കാരായ ഈ രണ്ട് മുന്നണികളെ കേരളത്തിൽ നിന്നൊന്ന് മാറ്റാമോ? കേരളം പണ്ടത്തേതുപോലെ ഭാരതത്തിനും ലോകത്തിനും മാതൃകയാവും. നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാം. എന്തായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.